ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2025 പുതുവർഷ ഫലങ്ങളാണ്. എല്ലാ പുതുവർഷവും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഓരോ വ്യക്തികളും കാത്തിരിക്കുന്നത്. ഓരോ പുതുവർഷത്തിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ, നന്മകൾ, നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നമുക്ക് സാധിക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് കഴിയുമോ എന്നുള്ള ആ ഒരു ചോദ്യം എല്ലാ വ്യക്തികളുടെയും മനസ്സിലുണ്ടാകും. പല ആഗ്രഹങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നതിനും ഓരോ പുതുവർഷം കാരണമാകുന്നുമുണ്ട്. അത് നല്ലതായ മാറ്റങ്ങൾ ലഭിക്കുന്നതിനും അതുപോലെ മോശപ്പെട്ട അനുഭവങ്ങളും, ഇതെല്ലാം ഓരോ പുതുവർഷവും ഓരോ മനുഷ്യനെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഇവിടെ 12 രാശികളിൽപ്പെട്ട ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ യോഗഫലങ്ങൾ, സൗഭാഗ്യങ്ങൾ, ധനലാഭം, ഐശ്വര്യം എല്ലാം വന്നു ചേരുന്ന അനുഭവമാണ് 2025 പുതുവർഷം നൽകുന്നത്. ഓരോ രാശിക്കാരെ പറ്റിയുള്ള വീഡിയോയും പ്രത്യേകം ചെയ്യുന്നതാണ്. ഇതിൽ 12 രാശിക്കാരിൽ 5 രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മറ്റ് 7 രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശികളും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കുന്ന രാശികളും അല്പം ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്ന രാശിക്കാരും ഒക്കെയുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ പറയുന്ന 5 രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങൾ ജനിച്ച നിങ്ങളുടെ സ്വന്തം ജനന ജാതകം ഈ ഒരു കാലയളവിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ, ആ ദശയിൽ നടക്കുന്ന അപഹാരങ്ങൾ, ജാതകവശാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. സ്വന്തം ജനന ജാതകത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ വരുന്ന 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യ കാലഘട്ടമായിരിക്കും. ജാതകവശാൽ ബുദ്ധിമുട്ടില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല. വളരെ നല്ല രീതിയിൽ അനുഭവം വന്നു ചേരുകയും ചെയ്യും. വ്യാഴം, ശനി, ഈ 2 ഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ശക്തികൾ. ഈ 2 ഗ്രഹങ്ങളും 2025 വളരെയധികം ഐശ്വര്യങ്ങൾ നൽകുന്ന രാശിക്കാരുണ്ട്. ആ 2 ഗ്രഹങ്ങളും വളരെയധികം നല്ല രീതിയിൽ ഗുണഫലങ്ങൾ നൽകുന്ന സ്ഥിതിയിലാണ് രാശിക്കുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 5 രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ലഭിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ 5 രാശിക്കാർ എന്ന് നമുക്ക് പ്രത്യേകം നോക്കാം. ആദ്യം തന്നെ ഇടവം രാശിക്കാർക്കാണ് 2025 ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, നന്മകൾ ജീവിതത്തിൽ നൽകുന്നത്. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യ കാലഘട്ടമായിരിക്കും 2025 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടകശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി ശനി നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന 30 വർഷങ്ങൾക്ക് ശേഷം ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന അത്യുത്തമമായ കാലഘട്ടത്തിൻ്റെ ആരംഭവും, അതുപോലെ വ്യാഴം നിങ്ങൾക്ക് 2ാം ഭാവമായ കുടുംബം, വാക്ക്, ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. പൊതുവേ ഇടവം രാശി എന്ന് പറയുന്ന ശുക്രൻ്റെ രാശിയാണ്. ശുക്രൻ്റെ രാശിക്കാർക്ക് വ്യാഴം അത്ര ഗുണഫലങ്ങൾ നൽകാറില്ല. എന്നാൽ ഇവിടെ 2ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് മിഥുന രാശിയായിട്ടാണ്. മിഥുനമെന്ന് പറയുന്ന ബുധൻ്റെ രാശിയാണ്. അപ്പോൾ ബുധനെന്ന് പറയുന്ന ഗ്രഹം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ്. ധനത്തിൻ്റെ തന്നെ അധിപതിയാണ്. അപ്പോൾ ധനകാരകനായ ബുധൻ്റെ രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് 2ാം ഭാവമായിട്ട് വരുന്നു. അതും ധനസ്ഥാനം, ധനകാരകൻ്റെ ഭാവത്തിൽ വ്യാഴം വരുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള ഒരു കാലം, ഒരു സമയമാണ്. ഇടവ രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി പരിഹരിച്ച് ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉയർച്ച, അത്യുന്നതിയിലെത്തുന്ന സമയം, ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന സമയം, കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ നടക്കും. സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം, ഗൃഹം നിർമ്മിക്കാനുള്ള യോഗം, ഗൃഹപ്രവേശം നടത്താൻ വരെയുള്ള ഭാഗ്യം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല മംഗളകരമായിട്ടുള്ള വിവാഹം, നല്ല മംഗല്യം നടക്കുന്ന സമയം, അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളികൾ വന്നു ചേരുന്ന ഒരു കാലം, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹം നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം, നല്ല കാലം, സന്താന ഭാഗ്യത്തിനുള്ള അവസരം,
അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാവിധ നന്മകളും വന്നു ചേരുന്ന സമയം. എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടവരാശിക്കാരെ വിട്ട് പൂർണ്ണമായി മാറും. ധനപരമായിട്ട് വളരെയധികം ഉയർച്ചയുണ്ടാകും. എത്ര വലിയ കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു നന്മ, നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സന്താനങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വരും. ഇടവരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്, നിങ്ങളുടെ ജീവിത നിലവാരത്തിനനുസരിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങളായിരിക്കും ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളായിരിക്കും. അതുപോലെ ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനാണ്. ആരൊക്കെയാണോ കർമ്മസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇടവരാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകരം നക്ഷത്രജാതകർ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധത്തിലുള്ള ആ ഒരു കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിച്ച പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, നല്ലൊരു സ്ഥാനമാറ്റം, ഇടം മാറ്റം, പദവി മാറ്റം, പദവി ഉയർച്ച, ജോലിയിലേക്ക് ഒരുപാട് ശമ്പള വർധനവ് വന്നു ചേരുന്ന സമയം. ഒരുപാട് കാലങ്ങളെ ഒരു സർക്കാർ സർവീസിലേക്ക് ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് 2025 തീർച്ചയായിട്ടും സർക്കാർ സർവീസ് ലഭിക്കുന്ന സമയം. നിങ്ങൾ ആഗ്രഹിച്ച ഇടത്തേക്ക് ഒരു സ്ഥാനമാറ്റം, ട്രാൻസ്ഫറൊക്കെ ലഭിക്കുന്ന സമയം. അതുപോലെ പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. വിദേശ ജോലി ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടം. ഒരുപാട് കാലങ്ങളായി വിദേശ ജോലി, വിദേശവാസത്തിന് ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്ക് എല്ലാം കൊണ്ടും അനുയോജ്യമായ സമയം, അത്യുത്തമമായ സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചും കർമ്മമേഖലയിലെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറും. ഇടവരാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു കാലഘട്ടം ഇനി നമുക്ക് വരാനില്ല എന്ന് തന്നെ പറയാം. അത്രമേൽ സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയമാണ്. ഈ ഒരു സമയം ഇടവരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് ജാതകത്തിൽ പോലും എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ചെയ്താൽ പോലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യമുള്ള സമയമാണ്. അതുപോലെ ഈ ഒരു സമയം ഇടവരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും സ്വന്തം ജനനജാതകം നിർബന്ധമായി പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത്രമേൽ നല്ല ഒരു കാലമാണ് 2025 എന്ന് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, സർവ്വ ഐശ്വര്യങ്ങളും സാധിക്കും. ഇത്രയും കാലം ജീവിതത്തിൽ നേരിട്ടിരുന്ന എല്ലാ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശത്രുതകൾ എല്ലാം വിട്ടുമാറി ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും സ്വന്തമായൊരു സമ്പാദ്യം, ഒരു സേവിങ്സ് ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ വണ്ടി വാഹന യോഗങ്ങൾ, അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും, ഭൂമിയോഗം, ഗൃഹലാഭമൊക്കെ വന്നു ചേർന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഇടവം രാശിക്കാർ മുന്നോട്ട് പോവുക. 2025 എന്ന് പറയുന്ന വർഷം ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തലവര തന്നെ മാറ്റുന്ന തരത്തിൽ അത്യുത്തമമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ലഭിക്കുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും, ആയുരാരോഗ്യ സൗഖ്യങ്ങളും, ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഈ ഒരു 2025 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 2025 നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തമമായ കാലഘട്ടമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. ശനി മീനം രാശിയിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത്. മീനമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ്. വ്യാഴം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാധിപതിയാണ്. അപ്പോൾ ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക് ശനി രാശിമാറ്റം നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവമായിട്ട് വരുന്നു എന്നുള്ളത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമശനി നൽകിയ എല്ലാ ദോഷങ്ങളും, കഷ്ടതകളും, ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ എല്ലാം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവ്വകാര്യങ്ങളും വിജയിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറും. കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം, സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഏറ്റവും നല്ല കാലഘട്ടം. അതുപോലെ വ്യാഴം നിങ്ങൾക്ക് 12ാം ഭാവത്തിലേക്കാണ് വരുന്നത്. പൊതുവേ വ്യാഴം 12ൽ വരുന്നത് അത്ര നല്ലതല്ല എന്ന് പലരും പറയും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. ആ ഗ്രഹം നിങ്ങൾക്ക് 12ാം ഭാവത്തിൽ വരുമ്പോൾ, 12ാം ഭാവം എന്ന് പറയുന്നത് ചിലവുകളെ കുറിക്കുന്ന ഭാവമാണ്. ശുഭ ചിലവുകൾ ജീവിതത്തിൽ നടക്കുന്ന സമയം. അതായത് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുക ഒരു ശുഭച്ചിലവാണ്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് ഗൃഹപ്രവേശം നടത്തുക ശുഭച്ചിലവാണ്.
നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുക ശുഭച്ചിലവാണ്. ഇങ്ങനെയുള്ള ശുഭച്ചിലവുകൾ വന്നു ചേരുന്ന സമയം. അതുപോലെ മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം. കാലാകാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തീർത്ഥാടന സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം, യാത്രകൾ അനുഭവത്തിൽ വരുന്ന കാലമായിരിക്കും 2025. നിങ്ങൾ ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, അതുപോലെ എല്ലാ സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ പലരെയും സംബന്ധിച്ച് ഒരു വിദേശ യാത്ര നടത്തുവാനുള്ള ഒരു ഭാഗ്യം, വിദേശത്തുള്ള തങ്ങളുടെ കുട്ടികളെ കാണാനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ കാണാനോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. യാത്രകൾ അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നേട്ടമുണ്ടാകുന്ന കാലഘട്ടം. 2025 കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അത്യുത്തമമായ സമയമാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും, പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആഗ്രഹിക്കുന്ന പോലെ അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ് 2025. വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരും. കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സുഖം, മംഗളകാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പല നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാലഘട്ടമായിരിക്കും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ലഭിക്കാനുണ്ടായിരുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ ലഭിക്കും. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, തെളിച്ചമുണ്ടാകും. നല്ല ഭാഗ്യാനുഭവങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് 2025 നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ഓരോ വ്യക്തികളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. അഷ്ടമശനി സമയം അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും, പ്രശ്നങ്ങളിൽ നിങ്ങൾ പൂർണ്ണ മുക്തരായി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം, മനസ്സിന് ആശ്വാസം, സമാധാനം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന സമയം. അത്രമേൽ ആരോഗ്യപരമായ മുന്നേറ്റം ഉണ്ടാകും. അതുപോലെ നിങ്ങൾ നേരിടുന്ന കേസ് വഴക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോയിരുന്നവരാണെങ്കിൽ ആ കേസ് വഴക്കുകളൊക്കെ വിട്ടുമാറും. അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ നല്ല രീതിയിൽ അനുകൂലമായിട്ട് അനുഭവത്തിൽ വരും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയോ സ്വത്തോ അതൊക്കെ ഉണ്ടെങ്കിൽ കൈകളിൽ വന്നു ചേരും. എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ശത്രുതകളും വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം നല്ല ഭാഗ്യാനുഭവങ്ങൾ നൽകും. ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മത്തിനെ, ജോലിയെ കുറിക്കുന്ന കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ട് കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. അതുപോലെ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ആഗ്രഹിച്ചതുപോലെ ജോലിയിൽ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ വരും. കർക്കിടകം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ബിസിനസ്സൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഷ്ടമശനി സമയത്ത് ചെയ്ത് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ബിസിനസ്സിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാകും. ദാമ്പത്യ കുടുംബ ജീവിതത്തിലും മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വളരെ സൗഭാഗ്യമുള്ള സമയമാണ് 2025 എന്ന് പറയുന്ന ഒരു വർഷം. ഒരുപാട് നല്ല ശുഭ ചിലവുകൾ, യാത്രകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ അത്യുത്തമമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഈ 2025 നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി 2025 പുതുവർഷം ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ. അപ്പോൾ ഇത് കേൾക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് തോന്നും, ഞങ്ങൾക്ക് കണ്ടകശനി തീർന്ന് അഷ്ടമശനി തുടങ്ങുകയല്ലേ, അപ്പോൾ എങ്ങനെയാണ് 2025 ഞങ്ങൾക്ക് സൗഭാഗ്യ കാലഘട്ടമായിട്ട് മാറുന്നത് എന്ന്. നിങ്ങളെ സംബന്ധിച്ച് ശനി നിങ്ങൾക്ക് അഷ്ടമശനിയായിട്ടാണ് വരുന്നത്. പക്ഷേ ശനി രാശി മാറി വരുന്ന മീനം രാശിയിലേക്കാണ്. മീനമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം
നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അഷ്ടമാധിപതിയായ ശുഭഗ്രഹം, മൂലത്രികോണ ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അഷ്ടമാധിപതിയാണ്. അഷ്ടമമെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങൾ ഇതിനെ നൽകുന്ന ഭാവവും കൂടിയാണ് അഷ്ടമം. ആയുസ്സിന് ദൈർഘ്യം നൽകുന്ന ഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഷ്ടമത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മൂലത്രികോണ ഭാവത്തിൻ്റെ അധിപതിയായ വ്യാഴം നിങ്ങൾക്ക് അഷ്ടമാധിപതിയാണ്, പൂർണ്ണ ശുഭനാണ്, പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം കൂടിയാണ്. അങ്ങനെയുള്ള ഗ്രഹത്തിൻ്റെ രാശിയായ മീനത്തിലേക്കാണ് ശനി രാശി മാറി വരുന്നത്. അപ്പോൾ ശനിയുടെ രാശിമാറ്റവും നിങ്ങൾക്ക് ശനി മീനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് അഷ്ടമശനിയായിട്ട് വരുന്നു. അപ്പോൾ അഷ്ടമാധിപതിയായ ശുഭനായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി അഷ്ടമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കവിടെ അഷ്ടമശനിയുടെ ദോഷം, കാഠിന്യം ഒരു 70%, 75% അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷം വലുതായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യാഴമാറ്റം സംഭവിക്കുന്നത് 11ാം ഭാവത്തിലേക്കാണ്. 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം 11ൽ വരുന്ന അത്യുത്തമമായ കാലഘട്ടമാണ്. അപ്പോൾ ശനി വരുന്നതും വ്യാഴത്തിൻ്റെ രാശിയിലേക്ക്, അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായി പറഞ്ഞു നൽകി. വ്യാഴം രാശി മാറുന്നതും 2025 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്തേക്ക്. ഇപ്പോൾ 2025 എന്ന് പറയുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമായിരിക്കും. നിങ്ങൾക്ക് അഷ്ടമശനി 2.5 വർഷക്കാലമുണ്ട്. ഇത് 2025 ഫലം മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ 2025 അഷ്ടമശനി ദോഷം 75% നിങ്ങൾക്ക് വിട്ടുമാറും. വ്യാഴം നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടമായിരിക്കും ഈ 2025. 2025 വ്യാഴമാറ്റത്തിന് ശേഷം പിന്നെയും 1.5 വർഷക്കാലം കൂടെ അഷ്ടമശനിയുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ അഷ്ടമശനിയുടെ ബുദ്ധിമുട്ട് അല്പം കൂടുതലായിട്ട് അനുഭവപ്പെടാം, അത്രമാത്രം. എങ്കിലും വലിയ പ്രശ്നങ്ങളില്ല വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട്. ഇവിടെ നമ്മൾ 2025 ഫലമാണ് പറയുന്നത്. അപ്പോൾ 2025 സംബന്ധിച്ച് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യങ്ങളുടെ കാലമാണ്, ഏറ്റവും നന്മകളുടെ, നേട്ടങ്ങളുടെ കാലഘട്ടം. ഇത്രയും നാളും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യമില്ല, അതല്ലെങ്കിൽ നല്ല ഒരു ധനവരവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, സാമ്പത്തികപരമായിട്ട് പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ 2025 എന്ന് പറയുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറി നല്ലൊരു സാമ്പത്തിക ഉയർച്ച, നല്ല ധനവരവ്, സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെയാണ്. 11ൽ വ്യാഴം വരുന്ന കാലഘട്ടം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങളാണ് വന്നു ചേരുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പലരെയും സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സ്വന്തമായിട്ടുള്ളൊരു വീട്, ഒരു ഭവനമെന്നുള്ള ആഗ്രഹം 2025 പൂർത്തിയാകും. ആഗ്രഹ സാഫല്യമുണ്ടാകും. സ്വന്തമായി ഭൂമി വാങ്ങിക്കും. വാഹനയോഗമുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ ഏറെക്കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന നല്ല ജോലി ലഭിക്കുന്ന സമയം, വിദേശ ജോലി ഭാഗ്യം എന്ന് വേണ്ട ഒരുപാട് ഗുണഫലങ്ങൾ, പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, സ്വത്തുവകകളൊക്കെ ലഭിക്കുക, നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള നല്ല വിവാഹം, അനുയോജ്യമായ മംഗല്യ ഭാഗ്യം ലഭിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം, അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുട്ടികൾക്ക് നല്ല ജോലി, നല്ല ഒരു വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ അവരവരുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയം, സന്താന ഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം. ഇത്രയും നാൾ ജീവിതത്തിൽ ഇല്ലാതിരുന്നൊരു സൗഭാഗ്യം, ധനലാഭം, സമ്പാദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന സമയം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ദാമ്പത്യത്തിൽ സമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരിക. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ കൂടെ അധിപതിയായ വ്യാഴം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ, വ്യാഴം സർവേശ്വരകാരകനായ ഈശ്വരാനുഗ്രഹം നൽകുന്ന മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ഷേത്ര ദർശനങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം 2025 നിങ്ങൾക്ക് നൽകും. അത്രമേൽ ശുഭത്വമുള്ള സമയമാണ്. നിങ്ങളുടെ പൂർവ്വപുണ്യം ബലപ്പെടുന്ന സമയം. അതായത് നിങ്ങളുടെ പൂർവികർ ചെയ്ത നന്മകളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങളെല്ലാം അനുഭവത്തിൽ വരും.
ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമശനിയാണെങ്കിലും അഷ്ടമശനി ദോഷം 2025 ഒരു വർഷക്കാലം ഒരു 70-75% കുറയും. അതുകൊണ്ട് അഷ്ടമശനിയെ നിങ്ങൾ ചിങ്ങം രാശിക്കാർ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 11-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകും. ചിങ്ങം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ മനസമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുടുംബത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ചിങ്ങം രാശിക്കാരായ സ്ത്രീകൾക്ക് അത്യുത്തമമായ കാലഘട്ടമാണ് 2025 എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും 2025 നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഒക്കെ നൽകും. ഈ ഒരു അവസരത്തിനെ, ഈ ഒരു കാലത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ അത്യുത്തമമായിട്ടുള്ളൊരു വർഷമായിട്ട് 2025 മാറും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2025 സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് 2025 എന്ന് പറയുന്നത് സൗഭാഗ്യങ്ങളുടെ കാലമാണ്, ഐശ്വര്യങ്ങളുടെ കാലമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി എന്ന് പറയുന്ന ഗ്രഹം തുലാം രാശിക്കാർക്ക് ഏറ്റവും ശുഭത്വം നൽകുന്ന ഗ്രഹം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. 6-ാം ഭാവം എന്ന് പറയുന്നതാണ് രണരോഗ ശത്രുസ്ഥാനം, അതും ഉപജയസ്ഥാനങ്ങളിൽ ശ്രേഷ്ഠമായ സ്ഥാനം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് ശനി 6-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം വിട്ടൊഴിയുന്നത് കടങ്ങളാണ്. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു തുലാം രാശിക്കാരനാണെങ്കിലും അതിലൊക്കെ ഒരുപാട് മാറ്റം വരും. നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. ധനപരമായിട്ടുള്ള മുന്നേറ്റം ലഭിക്കും. എല്ലാ കടബാധ്യതകളും പരിഹരിക്കാൻ സാധിക്കും. ബിസിനസ്സിലും ജോലിയിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ബിസിനസ്സിലുള്ള കടബാധ്യതകളൊക്കെ തീർത്ത് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ രോഗങ്ങൾ, ആരൊക്കെയാണോ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾ രോഗദുരിതങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് വരുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം, ആരോഗ്യത്തിലൊക്കെ വലിയ പുരോഗതി, അതുപോലെ നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കും. ശരീരത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം, ആയുസ്സിനൊക്കെ ബലം ലഭിക്കുന്ന സമയം. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലയിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, ഇതൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന സമയം. അതുപോലെ തുലാം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ കുടുംബ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ട് കേസ്, വഴക്ക്, കോടതി വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറി, അങ്ങനെ കേസ്, വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന സമയം, അതൊക്കെ വിട്ടൊഴിയുന്ന സമയം. എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല സമാധാനം, സന്തോഷം ലഭിക്കുന്ന കാലഘട്ടമായിരിക്കും 2025 എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആ ശനി നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ നൽകും. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ലഭിക്കും. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനാണ്, ആയുൾകാരകനാണ്. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിൽ ഉയർച്ച, കർമ്മ സംബന്ധമായിട്ട് ഏറ്റവും നല്ല നിലയിലെത്തുക, നല്ല ധനവരുമാനം ലഭിച്ച് കർമ്മത്തിൽ കൂടെ പേരെടുക്കുക, അതുപോലെ ആയുസ്സിനൊക്കെ ദൈർഘ്യം, എല്ലാവിധത്തിലുള്ള നന്മകളും ലഭിക്കുന്ന സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. ഇനി നിങ്ങളെ സംബന്ധിച്ച് വ്യാഴമാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്കാണ്. വ്യാഴം മിഥുനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ടാണ് തുലാം രാശിക്കാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് വ്യാഴം വരുന്നു. ബുധനാണ് തുലാം രാശിക്കാർക്ക് ഭാഗ്യാധിപതി. ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക് വ്യാഴം വരുന്നു, അതും ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവമായിട്ട് വരുന്നു എന്നുള്ളതും ഏറ്റവും വലിയ ഗുണമാണ്. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യങ്ങളുടെ ഒരു വർഷമാണ് 2025 എന്ന് പറയാം. നിങ്ങൾ എന്ത് കാര്യം മനസ്സിലാഗ്രഹിച്ചാലും ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ നന്മകളും വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹം വന്നു ചേരുക, നിങ്ങൾ ആഗ്രഹിച്ചൊരു വണ്ടി, വാഹനം സ്വന്തമാക്കാൻ സാധിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ഭൂമി വാങ്ങാൻ സാധിക്കുക, ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുക, അങ്ങനെ എല്ലാം ഭാഗ്യം, ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി ഭാഗ്യം ലഭിക്കും. അതുപോലെ തന്നെ
ബുധൻ്റെ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം, വിദ്യാഭ്യാസത്തിൽ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർന്നൊരു ജോലിയിൽ എത്താൻ പറ്റുന്ന സമയം, അതുപോലെ പലർക്കും സർക്കാർ സർവീസിലേക്കൊക്കെ ഈ സമയത്ത് എത്തിച്ചേരാൻ പറ്റുന്ന കാലമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 9ാം ഭാവമായി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും അത് നിങ്ങൾക്ക് ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയായിട്ട് വന്നിരിക്കുന്നതുമാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത്. അത്രമേൽ സർവ്വശ്രേഷ്ഠമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ആ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു കാലമാണ് 2025. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ, മാറ്റങ്ങൾ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ കൈവരുന്ന സമയം. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണെങ്കിലും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആ ജാതകത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്താൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരികയും ജീവിതത്തിൽ ഏറ്റവും നല്ല നിലയിൽ, നമ്മൾ പറയാറില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെയധികം നന്മയിലേക്ക് എത്തിപ്പറ്റുന്ന പോലത്തെ ഒരു കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ഈ ഒരു സമയം നിങ്ങൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഒരു കാലമാകട്ടെ 2025 എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ്, നിങ്ങൾക്ക് സന്തോഷങ്ങളാണ് ലഭിക്കുന്നത്. അതുപോലെ അനുയോജ്യമായ മംഗളകരമായ വിവാഹവും വന്നു ചേരും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി 2025 എന്ന് പറയുന്ന പുതുവർഷം ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, ഐശ്വര്യങ്ങൾ, ധനധാന്യ സമ്പൽ സമൃദ്ധി നൽകുന്ന രാശിക്കാരാണ് മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർ. കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, എതിർപ്പുകൾ, കടബാധ്യതകൾ, അപമാനങ്ങൾ, വിശ്വാസവഞ്ചനകൾ, നിങ്ങളുടെ കണ്ണീര്, ഇതെല്ലാം നിങ്ങളെ വിട്ടുമാറുന്ന ഏറ്റവും നല്ല സമയം 2025 മാർച്ച് മുതൽ ആരംഭിക്കും. മകരം രാശിക്കാരെ പറ്റി ഇതിനു മുൻപ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ അനുഭവിച്ച അത്രത്തോളം കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ആരും അനുഭവിച്ചിട്ടില്ല. മകരം രാശിയിൽപ്പെട്ടൊരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അനുഭവിച്ചത് അത്രത്തോളമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഇനി ബാക്കിയൊന്നുമില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നവരാണ് പലരും. അനുഭവിക്കാനൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു സത്യവും. നമുക്ക് കൂടെ തുണയായിട്ടുള്ളത് ആരാണ്? ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കാതിരിക്കാം? നമ്മളുടെ മുൻപിൽ ചിരിച്ചു കാണിക്കുന്നവർക്ക് നമ്മളോട് യഥാർത്ഥ സ്നേഹമുണ്ടോ? അങ്ങനെ സ്വന്തം ബന്ധങ്ങളെ, വ്യക്തികളെ, എല്ലാത്തിനെയും പരിപൂർണമായിട്ട് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കണ്ണീരിനോട് നിങ്ങൾക്ക് വിട പറയാൻ പറ്റുന്ന കാലം എന്ന് പറയാം. എല്ലാ ദുഃഖങ്ങളും, ദുരിതങ്ങളും, പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി മകരരാശിക്കാരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും 2025 മുതൽ അനുഭവത്തിൽ വരും. 7ര ശനി പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുമാറും. ശനി നിങ്ങൾക്ക് 3ാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കാൻ പോകുന്നു 2025 മാർച്ച് മുതൽ. നിങ്ങളുടെ മനസ്സിന് സമാധാനം, സന്തോഷം, സുഖം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി ലഭിക്കും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് വിജയിക്കും. നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നം എന്ത് തന്നെയായാലും അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും പ്രശ്നം. അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറി നിങ്ങൾക്ക് നല്ല ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. അത്രമേൽ സുഖം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തും. നല്ല ജോലി ലഭിക്കും, നല്ല വിവാഹം വന്നു ചേരും, സ്വന്തമായിട്ട് ഭൂമിയോഗമുണ്ടാകും, ഗൃഹയോഗമുണ്ടാകും, ജീവിത മുന്നേറ്റത്തിന് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. ഇത്രയും കാലത്തെ കഷ്ടതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. വിദേശ ജോലി ഭാഗ്യം ലഭിക്കും. വിദേശ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവിടെ വലിയ നേട്ടങ്ങളുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സ്വസ്ഥത, സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഇത്രയും നാളും വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കും. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം, ഭൂമി, ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പുത്തൻ ഉണർവും ആരോഗ്യവും ഉന്മേഷവും വന്നു ചേരും. നിങ്ങളെ കളിയാക്കിയിരുന്നവർ, അപമാനിച്ചിരുന്നവർ, നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിരുന്നവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച, നന്മകൾ കണ്ട് നിങ്ങൾ
അവർക്ക് തന്നെ ഒരു അതിശയം തോന്നുന്ന തരത്തിൽ മാറ്റങ്ങളുണ്ടാകും. നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ പലതും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. ഭൂമിയാണെങ്കിലും ഗൃഹമാണെങ്കിലും ഒക്കെ ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരിൽ പല വ്യക്തികളുണ്ട് അങ്ങനെയുള്ളത്. അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതിനുള്ള ധനവരവ്, ഒരു മാർഗവും നിങ്ങളുടെ മുൻപിൽ തെളിയും. ശനി നൽകിയ ദോഷങ്ങളൊക്കെ ശനി തിരിച്ചെടുത്ത് ശനി നന്മകൾ നൽകുന്ന സമയം. ഇനി 2025 വ്യാഴമാറ്റം നോക്കുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് 6-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ പലരും പറയും വ്യാഴം 6-ൽ അലമുറയിടും, അല്ലെങ്കിൽ വ്യാഴം മറ്റ് പല ബുദ്ധിമുട്ടുകളും 6-ാം ഭാവത്തിൽ നൽകും. ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും പറയും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച്, മകരം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമാണ്. ആ ഗ്രഹം 6-ാം ഭാവത്തിൽ വരും. 6 എന്ന് പറയുന്നത് ഉപജയസ്ഥാനമാണ്. 3, 6, 11 ഉപജയസ്ഥാനം. 6-ാം ഭാവത്തിൽ പാപനായ ഗ്രഹം മറയുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ പാപത്വം അവിടെ നഷ്ടപ്പെടും. ആ ഗ്രഹം എന്താണോ നിങ്ങൾക്ക് നൽകേണ്ട പാപഫലം അതിന് നേർ വിപരീത ഓപ്പോസിറ്റ് ഫലം നൽകുമെന്നുള്ളതാണ് ശാസ്ത്രം. അങ്ങനെ നോക്കുമ്പോൾ മകരരാശിക്കാരെ സംബന്ധിച്ച് 2025 വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും കളയുന്ന ഒരു കാലം. വ്യാഴമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ട് നൽകുന്നതും അനാവശ്യ ചിലവുകൾ നൽകുന്ന ഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 6-ൽ വരുമ്പോൾ ആ മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. അങ്ങനെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും അനുഭവത്തിൽ വരില്ല. അതുപോലെ പാഴ് ചിലവുകൾ അനുഭവത്തിൽ വരില്ല, ശുഭ ചിലവുകൾ അനുഭവത്തിൽ വരും. മകരരാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും കാലത്തെ പോലെയല്ല, മുന്നോട്ട് ഒരുപാട് ശുഭ ചിലവുകൾ, മംഗളകരമായ വിവാഹം നടക്കുക, ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക, വണ്ടി വാഹനം, വിദേശ യാത്ര, വിദേശ ജോലി, അതുപോലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, തീർത്ഥാടന യാത്രകൾ, ഇതൊക്കെ ശുഭച്ചിലവുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നന്മകൾ നൽകുന്ന ഒന്നുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശുഭച്ചിലവുകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനവരവുണ്ടാകണം, അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ധനവരവ്, ഒരു സമ്പാദ്യം, പണം വരും. ആ പണം ശുഭച്ചിലവുകൾക്കായിട്ട് ചിലവഴിക്കുന്ന സമയം. അതുപോലെ 6-ാം ഭാവം എന്ന് പറയുന്ന രണരോഗ ശത്രുസ്ഥാനമാണ്. ഒരു വ്യക്തിക്ക് കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ, ഇതൊക്കെ നൽകുന്ന ഭാവം. ഇതൊക്കെ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചു വരുന്നതും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് 2025 കടങ്ങൾ വിട്ടൊഴിയും, രോഗങ്ങൾ വിട്ടൊഴിയും, ശത്രുതകൾ വിട്ടൊഴിയും, കേസ് വഴക്കുകൾ വിട്ടൊഴിയും, എതിർപ്പുകൾ വിട്ടൊഴിയും. അങ്ങനെ എല്ലാ നെഗറ്റീവും വിട്ടൊഴിഞ്ഞ് മകരം രാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുന്ന കാലമാണ് 2025 എന്ന് പറയുന്നത്. ഈ ഒരു കാലം മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം ജനിച്ച നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കി ഇപ്പോഴേത് ദശാകാലമാണ് നടക്കുന്നത്, ദശാകാലത്ത് ഏത് അപഹാരമാണ്, ശനിയും വ്യാഴവും ഒക്കെ ജാതകത്തിൽ ഏത് സ്ഥിതിയിലാണ് എന്നുകൂടെ ഒന്ന് നോക്കുന്നത് ഉത്തമമാണ്. കാരണം സ്വന്തം ജനനജാതകത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ ഈ ഒരു സമയത്ത് ഒരു പരിഹാരം ചെയ്താൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ അനുയോജ്യമായ പുനർവിവാഹം നടക്കുന്ന സമയം. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുക. അതുപോലെ ആദ്യ വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആ വിവാഹത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറി പൂർണ്ണമായിട്ടും വളരെ ഉത്തമമായിട്ടുള്ള അനുയോജ്യമായ മംഗളകരമായ മംഗല്യം വിവാഹം നടക്കുന്ന സമയമാണ്. എല്ലാം കൊണ്ടും മകരം രാശിക്കാർക്ക് വളരെ ഉത്തമമായ കാലഘട്ടമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുക. എല്ലാ നെഗറ്റീവുകളും, ശത്രുതകളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം. 2025 മകരം രാശിക്കാരുടെ ജീവിതത്തിലൊരു പൊൻതൂവലാകും. അത്ര നല്ല വർഷമാണ്, അത്ര നല്ല കാലമാണ്. അതിനെ പരമാവധി മകരം രാശിക്കാർ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ ജീവിത രീതിക്കും അനുസരിച്ച് വളരെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു 2025 സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.